-1 4 1 2 ഇതൊരു ലൈനിൽ വരുന്നതാണ്. -1 2 -1 4 1 2. ഇനി ഇതിൽ ഒന്നിൽ കൂടുതൽ പോയിന്റുകൾ ഏതൊക്കെ എഴുതാം അല്ലെങ്കിൽ കോർഡിനേറ്റ്സുകൾ ഏതൊക്കെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ ലൈന് -1 4 1 2. ഇനി അടുത്ത ഏതെങ്കിലും രണ്ടിൽ കൂടുതൽ നമ്പറുകൾ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? അപ്പൊ ആദ്യം ഒരു ചെറിയൊരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ പറഞ്ഞ എന്താണ്? y2 ഇവിടെ ഏതെങ്കിലും നമ്മൾ ആദ്യം എഴുതിയിടുക, നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി. ഇത് x1, ഇത് y1, ഇത് x2, y2. തെറ്റി പോകരുത്. എന്നിട്ട് എടുത്ത് എഴുതുക 2 - 4 by 1 -1. 2 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 ഡിവൈഡഡ് ബൈ 2 is equal to -1. സ്ലോപ്പ് എന്ന് പറയുന്നത് എത്ര കിട്ടി? നമുക്ക് -1 കിട്ടി. ഇനി അടുത്ത നമ്പറുകൾ നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഇനി x y, ഇനി അടുത്ത ഏതോ നമ്പറില്ലേ കണ്ടുപിടിക്കാറുള്ളത്? നമ്പർ ഏതാണെന്ന് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? x y ആയിട്ട് എടുക്കണം. എന്തായിട്ട് എടുക്കണം? x y. എന്നിട്ട് ഏതെങ്കിലും ഒരു നമ്പർ, ഈ നമ്പരുമായിട്ട് ഇതിനെ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ജോയിൻ ചെയ്യണം. ഇപ്പം -1 4 എടുക്കാം, അല്ലെങ്കിൽ 1 2 എടുക്കാം. ഏതെങ്കിലും ഒരു നമ്പർ. ഇപ്പൊ ഈ രണ്ട് നമ്പറുകളല്ലേ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചത് അല്ലേ? അതേപോലെ അടുത്ത ഏതെങ്കിലും നമ്പറുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ x y ആയിട്ട് എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു നമ്പർ അതിന്റെ കൂടെ ജോഡിയായിട്ട് എടുക്കുക. ഏതെടുക്കുന്നു? 1 2 ഞാനിപ്പോൾ എടുക്കുക. നിങ്ങളിപ്പോൾ -1 4 എടുക്കണമെങ്കിൽ അതും എടുക്കാം. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? അപ്പോൾ ഈ നമ്പറുകളുടെ സ്ലോപ്പ് എന്ന് പറയുന്നതും ഏത് തന്നെ ആവണം? -1 തന്നെ ആവണം. അതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ ലൈനിൽ വരുന്ന ഏത് നമ്പറുകൾ, ഏത് കോർഡിനേറ്റ്സുകൾ വന്നാലും, ഈ ലൈനിൽ ഏത് കോർഡിനേറ്റ്സ് വന്നാലും അതിന്റെ എല്ലാം സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? -1 ആകണം. -1 ആവത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ ഇനി ഏതാ നമ്പർ നമുക്കറിയാവോ? അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ എന്തായിട്ട് എടുത്തു? അതിനെ x y എന്നിട്ട് എടുത്തു. മൂന്നാമത്തെ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അത് നാലാമത്തെ നമ്പർ, അഞ്ചാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുക്കണം? അതിനെ x y ആയിട്ട് എടുക്കുക. വേറൊരു നമ്പർ, ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ എടുക്കുക. 1 2 എടുക്കുന്നു. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. ക്ലിയർ? അപ്പൊ ഇവിടെ ആദ്യം എഴുതേണ്ടത് സ്ലോപ്പ് y2 ആയിട്ട് ആദ്യം എഴുതേണ്ട ആരെ തന്നെയാണ്? y തന്നെ എഴുതണം. എപ്പോഴും എക്സും വൈയും എടുക്കുമ്പോൾ ആദ്യം എഴുതേണ്ട ആരായിരിക്കണം? x y. ഇവിടെ അല്ല, ഇതിൽ നിന്ന് എടുക്കരുത്, നമ്പറിൽ നിന്ന് എടുക്കരുത്. അപ്പൊ ആദ്യം y2 ആയിട്ട് ആരെ എടുക്കുന്നു? y എടുക്കുന്നു. മൈനസ് ഇവിടുത്തെ y1 ആരാ? 2 y. ഇവിടുത്തത് അടുത്ത x -1. പറഞ്ഞ ആരും ക്ലിയർ ആ? എന്നിട്ട് ഇവിടെ നമുക്ക് സ്ലോപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. സ്ലോപ്പ് എത്രയാ? -1. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സ്ലോപ്പിന് വരെ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബാക്കിയുള്ളത് അതേപോലെ എഴുതുന്നു. ക്ലിയർ ആയോ? എന്നിട്ട് ഇതിനെ നേരെ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. x -1 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ -1 × x -1 is equal to, ഇവിടെ ബാക്കി ഇനി ആരുണ്ട്? y -2 ഉണ്ട്. അത് അതേപോലെ കൊടുക്കുന്നു. -1 കൊണ്ട് അകത്ത് കിടക്കുന്ന ഓരോരുത്തരെ എന്ത് ചെയ്യണം? ഇൻഡ് ചെയ്യണം. -1 × x എന്താ? -x. മൈനസ് +1 is equal to y -2. ഇനി എക്സിനെയും y ഒരുമിച്ച് നമ്പറിനെ ഇങ്ങോട്ട് ഒരുമിച്ച് കൊണ്ടുവരും. അപ്പോൾ -x +y ഇപ്പുറം വരുമ്പോൾ -y, +1 ഉണ്ട്, -2 ഇപ്പുറം വരുമ്പോൾ +2 is equal to എന്തുണ്ട്? 0. പിന്നെ -x -y രണ്ടു വന്ന് എത്ര? 3 is equal to 0. കണ്ടോ? ഈ മൈനസിനെ വേണമെങ്കിൽ അകത്തോട്ട് തരലാമല്ലോ. അപ്പൊ എന്ത് വരും? x +y -3 is equal to 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. കണ്ടോ? ഇനി നമുക്ക് ഏതെങ്കിലും നമ്പർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഇതിനിടയ്ക്ക് വരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
ചെയ്യുന്ന കാര്യം മനസ്സിലായ? അപ്പൊ ആദ്യം അവർ 2 നമ്പറുകൾ തന്നു. ആ 2 നമ്പറുകൾ വെച്ച് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അടുത്ത എത്രയോ നമ്പറുകൾ കണ്ടുപിടിക്കാൻ, അത് ഈ ലൈനിൽ വരുന്ന നമ്പറുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് വൈ എന്ന് എടുക്കുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു പെയറിനെയും കൂടി എടുക്കുന്നു. എന്നിട്ട് സ്ലോപ്പിന്റെ അതേ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. സ്ലോപ്പിന് നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂവിനെ അതേപോലെ എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് y മൈനസ് എന്നും പറഞ്ഞ് ഇതിൽ ഏതെങ്കിലും പേരിന്റെ ആ y 1നെ കൊടുക്കുന്നു. എക്സ് ഇവിടുന്ന് എക്സ് എടുക്കുന്നു, ഇവിടുന്ന് എക്സിനെ എടുക്കുന്നു. എന്നിട്ട് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നമ്പറുകൾ കൊടുക്കാം. ഇപ്പൊ x1 ഉണ്ട്. ഇനി എക്സിന് 2 കൊടുത്താൽ, എക്സിന് 2 കൊടുത്താൽ ഏതൊരു നമ്പർ, ഒരു നമ്പർ നമ്മൾ ഇടുന്നു. ഓൾറെഡി 1 നമ്മൾ ഇടുക, 1 പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് 1 ഇടണോ? വേണ്ട. അതുകൊണ്ട് എക്സിന് 2 കൊടുത്താൽ y എത്രയായിരിക്കും ഒന്ന് കണ്ടുപിടിച്ചേ. എക്സിന് പകരം ഈ ഇക്വേഷൻ കണ്ടോ? ഈ ഇക്വേഷനിൽ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 2 കൊടുക്കുന്നു. പ്ലസ് y മൈനസ് 3 = 0. ഇനി y അവിടെ നിർത്തുന്നു. നമ്പറുകളെല്ലാം അപ്പുറം പോവുക. -3 അപ്പുറം പോകുമ്പോൾ എന്താവും? +3 ആകുന്നു. +2 അപ്പുറം പോകുമ്പോൾ -2 ആകുന്നു. = 3 2 പറയുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ ഇവിടുത്തെ അടുത്ത പറഞ്ഞ ഏത് കിട്ടി? 2ഉം 1ഉം ഉണ്ടോ? എന്ത് കിട്ടി? 2ഉം 1 വന്നാലും അതിന്റെ സ്ലോപ്പ് എന്ത് തന്നെ ആയിരിക്കും? -1 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത നമ്പർ കിട്ടി 2ഉം 1 2 1. അടുത്ത ഒരു നമ്പർ കൂടി കണ്ടുപിടിച്ചൂടെ? എക്സിന് വരെ ഇഷ്ടമുള്ള ഒരു നമ്പർ കൊടുത്ത് y കണ്ടുപിടിച്ചൂടെ? അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ലൈനിൽ വരുന്ന ഏതൊക്കെ നമ്പറുകളാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. ജോഡികളെ കണ്ടുപിടിച്ചൂടെ? എന്നാ കണ്ടുപിടിച്ചു. മനസ്സിലായോ? അപ്പൊ നമ്മള് ഒരു ലൈൻ തന്നിട്ട് 2 പോയിന്റുകൾ തന്ന് ബാക്കി ഇനി ഏതൊക്കെ പോയിന്റുകൾ അതിനകത്ത് വരും എന്ന് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ചെയ്താൽ മാത്രം മതി. പക്ഷെ സ്ലോപ്പ് എല്ലാത്തിനും സ്ലോപ്പ് എന്താ? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ്. പിന്നെ അതിനകത്ത് വരുന്ന സ്ലോപ്പുകളെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ആ ലൈനിൽ വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വ്യക്തമായി പറഞ്ഞു തന്നു, സ്ലോപ്പ് എന്താണെന്നും എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത് അല്ലേ? x1 x2 x3 പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ആൻഡ് y1 y2 y3 ആൻഡ് y1 y2 y3 are arithmetic sequence. The arithmetic sequence ആണ്. Prove that all the point with the coordinate in the sequence x1 y1 x1 y1 x2 y2 x2 y2 x3 y3 x3 y3 of number pair are on the same line. ഇതെല്ലാം ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ പ്രൂവ് ചെയ്യണം all the point with coordinates in the sequence, all the points coordinates in the sequence ഇതെല്ലാം ഒരൊറ്റ ലൈനിലാണ് വരുന്നതെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഇതെല്ലാം ഒരൊറ്റ ലൈനിലാണോ വരുന്നത്? ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇത് എങ്ങനെ പ്രൂവ് ചെയ്യണം? ഇതെല്ലാം ഒരൊറ്റ ലൈനിലാണോ വരുന്നത്? എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത്? ഇപ്പൊ ഇത് x1 ഇതെന്തുവാ? y1 ഇത് x2 y2 ഇത് x3 y3 ഇതെല്ലാം ഒരൊറ്റ ലൈനിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതെല്ലാം ഒരൊറ്റ ലൈനിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ഈക്വൽ ആയിരിക്കണം? സെയിം ആയിരിക്കണം. എന്ത്? സ്ലോപ്പ്. സ്ലോപ്പ് സെയിം അല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ സീക്വൻസ്, ആദ്യത്തെ സീക്വൻസ് എഴുതാണ്. മറ്റു സീക്വൻസ് എന്താണ്? x1 x2 x3 ഇതിങ്ങനെ പോവാ അല്ലേ? അടുത്ത y1 y2 y3 ഇങ്ങനെ പോവാ. നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാ എഴുതുന്നത്? നമ്മള് ജോഡികൾ വെച്ചിട്ടല്ലേ എഴുതുന്നേ? എങ്ങനെയാ എഴുതുന്നേ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇങ്ങനല്ലേ എഴുതുന്നേ? അതിന് ഈക്വൽ ആയിരിക്കും ആരും. ഇതിന്റെ എല്ലാം കോമൺ ഡിഫറൻസ് എത്ര ആയിരിക്കും? ഇപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര? x2 നിന്ന് x1 കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് കിട്ടത്തില്ലേ? അതും ഈ y2 മൈനസ് y1 നിന്നുള്ളൊരു ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ കോമൺ ഡിഫറൻസ് എന്താ? ഈക്വൽ. ഇതിന്റെ എല്ലാം കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആണല്ലോ. അങ്ങനെ ഈ കോമൺ ഡിഫറൻസ് വന്നാലല്ലേ അതെന്താവൂ? അരിതമെറ്റിക് സീക്വൻസ് ആവുകയുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം x2 നിന്ന് x1 കുറച്ചാൽ ഒരു കോമൺ ഡിഫറൻസ് കിട്ടും, y2 നിന്ന് y1 കുറച്ചാൽ ഒരു കോമൺ ഡിഫറൻസ് കിട്ടും.
അല്ലേ? അപ്പൊ ഇതെല്ലാം എന്താണ്? കോമൺ ഡിഫറൻസ് ഈക്വല. ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താ? ഈക്വല. നമ്മൾ y2 ൽ നിന്ന് ഇക്വേഷൻ എടുത്ത് എഴുതുന്നു. y2 മൈനസ് y1 x2 മൈനസ് x1 എടുത്ത് എഴുതുന്നു. അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ എന്ത് കിട്ടും? നമുക്കൊരു കോമൺ ഡിഫറൻസ് കിട്ടത്തില്ലേ? ഇപ്പൊ d1 എന്ന് കൊടുക്കാം. ഇതിൽ നിന്ന് x2 ൽ നിന്ന് x1 കുറച്ചാലോ ഒരു കോമൺ ഡിഫറൻസ് കിട്ടും. അതെന്താന്ന് കൊടുക്കാം? d2 എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഇതിന്ന് കുറച്ച് അടുത്ത സീക്വൻസ് ഏതാ? y3 ൽ നിന്ന് ആരെ കുറയ്ക്കുക? y2 നെ കുറയ്ക്കുക. ഇവിടെ നിന്ന് ആരെ കുറയ്ക്കുന്നു? x3 ൽ നിന്ന് ആരെ കുറയ്ക്കുന്നു? x2 നെ കുറയ്ക്കുന്നു. അവിടെ നമുക്ക് എന്താ കിട്ടുക? ആൻസർ d1/d2. ഇതിന്റെയും കോമൺ ഡിഫറൻസ്, ഇതിന്റെ കോമൺ ഡിഫറൻസ്. അപ്പൊ ഇതും എന്താണ്? ഈക്വൽ അല്ലേ? അപ്പൊ നമ്മൾക്ക് എങ്ങനെ എഴുതാം? അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? y2 മൈനസ് y1/x2 മൈനസ് x1 ഈക്വൽ ആണ് ഏതിന്? y3 മൈനസ് y2 ബൈ x3 മൈനസ് x2. ഇങ്ങനെ പറഞ്ഞൂടെ മക്കളെ? സംഭവം മനസ്സിലായോ? എന്തോ x1 x2 x3 അവർ അരിതമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അരിതമെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. y2 y1 y2 y3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് എന്താകത്തുള്ളൂ? അരിതമെറ്റിക് സീക്വൻസ് ആവുകയുള്ളൂ. അപ്പൊ അതിന് ഒരു കോമൺ ഡിഫറൻസ്, ഏതോ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. അതിന് നമ്മൾ d1 d2 എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ y2 ൽ നിന്ന് നമ്മൾ ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ്. ഈ നമ്പറിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? y2 ൽ നിന്ന് y1 x2 ൽ നിന്ന് x1 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? d1 d2 ആ. അതേപോലെ തന്നെ y3 ൽ നിന്ന് y2 x3 ൽ നിന്ന് x2 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? d1 d2. അപ്പൊ രണ്ടിടത്തും d1/d2, ഇവിടെയും d1/d2 അല്ലേ? അപ്പൊ ഇത് രണ്ടും എന്തായപ്പോ? ഈക്വൽ ആയില്ലേ? അപ്പൊ നമുക്ക് ഇതിനെ രണ്ടിനെ എന്തായിട്ട് എഴുതാം? ഈക്വൽ ആയിട്ട് എഴുതാം. മനസ്സിലായോ പറഞ്ഞത്? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സ്ലോപ്പ് ഈക്വൽ ആയി കഴിഞ്ഞാൽ അതെല്ലാം എന്തായിരിക്കും? ഒരേ ലൈനിലായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് എഴുതാം സോ എന്തെന്ന് എഴുതാം? x1 y1 പിന്നെ x2 y2 പിന്നെ x3 y3 ഇതെല്ലാം എന്താണ്? അറൗണ്ട് ദി സെയിം ലൈൻ. എഴുതിക്കൂടെ? ഡെൻസിറ്റി ഈസ് റോഡ്. പിന്നെ എഴുതിക്കൂടെ? ഐഡിയ കത്തിയോ? ഇത് കണ്ടുപോകണം. ഓക്കെ, the points x1 y1 x2 y2 x3 y3 എല്ലാം ഒരു ലൈനിലാണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഈ നമ്പറുകൾ, ഈ പോയിന്റുകൾ ആർ ആൾസോ ഓൺ എ സിംഗിൾ ലൈൻ. ഈ പോയിന്റുകളും ഒരേ സിംഗിൾ ലൈനിൽ വരുന്നതാണ് എന്ന് പ്രൂവ് ചെയ്യണം. But this prove take some other number instead of 3 and 2. 3ക്കും 2ന് പകരം വേറെ നമ്പറുകൾ എടുത്താൽ അതും ശരിയാവുമോ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു ലൈനിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റുകളും ഒരു ലൈനിൽ വരുമോ? ക്ലിയർ അല്ലേ? എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഇതിനകത്ത് എന്തെടുക്കണം? ഇതിന്റെ സ്ലോപ്പ് എടുക്കണം. എന്തെടുക്കണം? സ്ലോപ്പ്. അപ്പൊ ആദ്യം ഇതിന്റെ സ്ലോപ്പ് എടുക്കുകയാണ്. എങ്ങനെ എടുക്കുന്നത്? y2 മൈനസ് y1 ബൈ x2 മൈനസ് ഈക്വൽ. അതിന് ഈക്വൽ ആണ് ആരെന്ന് പറയുന്നത്? y3 മൈനസ് y2 ബൈ മൈനസ് x2 is equal to ഇത് സ്ലോപ്പ്. ഇത് ചെയ്യുമ്പോൾ ഏതോ ഒരു നമ്പർ കിട്ടുമല്ലോ അല്ലേ? ഇത് രണ്ടും കൂടി കുറച്ച് ഡിവിഷൻ നടത്തുമ്പോൾ ഏതോ ഒരു നമ്പർ കിട്ടുമല്ലോ. നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ നമ്പർ ഏതാന്ന് അറിയാവോ? അറിഞ്ഞൂടാ. അതിനിപ്പോ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? k ആയിട്ട് എടുക്കുന്നു. എന്തായിട്ട് എടുക്കുന്നു? k ആയിട്ട് എടുക്കുന്നു ആ നമ്പറിൽ. ക്ലിയർ അല്ലേ? ഇനി ഈ നമ്പറിനെ ഈ കെയുമായിട്ട് എങ്ങനെയാ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഒന്ന് പറഞ്ഞേ. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഈക്വൽ അല്ലേ? അതിന് ഈക്വൽ അല്ലേ k? അങ്ങനെയാണെങ്കിൽ ഇതിനെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടും നമുക്ക്? ഒന്ന് പറഞ്ഞേ. y2 മൈനസ് y1 അവിടെ കിടക്കുന്നു. k x2 മൈനസ് x1 അങ്ങോട്ട് പോകും. പോത്തില്ലേ? ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ ഇതിനെ അങ്ങോട്ട് മാറ്റുമ്പോൾ എന്ത് കിട്ടും? ഒന്ന് പറഞ്ഞേ. ഇതിനെ അങ്ങോട്ട് മാറ്റുമ്പോൾ y3 മൈനസ് y2 is equal to k into x3 മൈനസ് x2. പറഞ്ഞ കാര്യം മനസ്സിലായോ?
ചെയ്തത് മനസ്സിലായോ? ചുമ്മാ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? അതിന്റെ സ്ലോപ്പ്. ആ നമ്പറുകൾ അങ്ങോട്ട് എഴുതുന്നു. ഏതോ ഒരു നമ്പർ കിട്ടും k. എന്നിട്ട് ആ നമ്പറിനെ ഈ നമ്പറിനെ അങ്ങോട്ട് ഇൻഡു ചെയ്യുമ്പോൾ ഇത് മാത്രം കിട്ടുന്നു. അതേപോലെ ഈ നമ്പറിനെ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഇത് മാത്രം കിട്ടുന്നു. ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇത് 1, ഇത് 2. ക്ലിയർ? ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോവായി. ഇനി ഇതിന്റെ ഈ പറഞ്ഞിട്ടുള്ള നമ്പർ ഉണ്ടല്ലോ, പോയിന്റുകളുണ്ടല്ലോ, അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോകുന്നു. അതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞേ ഇതാണ്. എന്ത്? ഇതെന്താ? ഇതെന്തുവാ? ഇത് 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 മനസ്സിലായ? അതെന്താ ചെയ്യാം നമുക്ക്? 3x2 അതല്ലേ y2. ഇത് x, ഇത് y1, ഇത് x2, ഇത് y2 എഴുതാം. y2 എഴുതാൻ എങ്ങനെ? ഇങ്ങനെ എപ്പോഴും കൊടുക്കുന്നുണ്ട്. നല്ലതാ. 2x2 മൈനസ് 2y2 മൈനസ് ആര് വരുന്നു? 3x1 മൈനസ് 2y1 ബ്രാക്കറ്റിൽ കൊടുക്കുക. ഡിവൈഡഡ് ബൈ x2. അല്ലാതെ x2 ആരാ? 3x2 പ്ലസ് 2y2 മൈനസ് 3x1 പ്ലസ് 2y1. ക്ലിയർ അല്ലേ? അല്ലേ? ഇതിനകത്ത് ആരുണ്ട് കോമൺ? 3 കോമൺ ഇല്ലേ? എക്സിന് ആരുണ്ട് കോമൺ? 3 കോമൺ ഉണ്ട്. അപ്പൊ 3 കോമൺ ആയിട്ട് എടുക്കുന്നു. ക്ലിയർ? അതിനകത്ത് x2 മൈനസ് x1 എഴുതുന്നു. x2 മൈനസ് x1 ഒന്ന് ഇൻഡു ചെയ്ത് നോക്കണം. 3x2 ആണ്. ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 3x1. കറക്റ്റ് ആണല്ലോ? അപ്പോ കണ്ടോ? x2ന് x1 ആരുണ്ട് കോമൺ? 3. ഇനി y2ന് y1 ആരാ കോമൺ? 2. അപ്പൊ അതെങ്ങനെ കൊടുക്കും? മൈനസ് 2 മൈനസ് 2 ഇൻഡു ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? മൈനസ് 2 ഇൻറ്റു y2. അപ്പൊ മൈനസ് 2y2. ക്ലിയർ അല്ലേ? മൈനസ് 2y2. ഇനി അടുത്ത ആരാ കിട്ടണം? മൈനസ് 2y1. അപ്പൊ ഇവിടെ എന്താ കൊടുക്കണം? പ്ലസ് കൊടുക്കണോ മൈനസ് കൊടുക്കണോ? പ്ലസ് കൊടുത്താൽ എന്ത് വരും? പ്ലസ് കൊടുത്ത് y1 കൊടുക്കാം. പ്ലസ് കൊടുത്ത് y1 കൊടുക്കുമ്പോൾ എന്ത് വരും? ആൻസർ മൈനസ് 2y1 എന്നല്ലേ വരത്തുള്ളൂ. ഇവിടെ മൈനസ് കൊടുത്ത് എന്താ? മൈനസ് മൈനസ് പ്ലസ് ആവും. പറഞ്ഞ കാര്യം ക്ലിയർ ആയ? ക്ലിയർ ആയ? അതിന്റെ മിഡ് പോയിന്റ് എടുത്ത് എഴുതുന്നു. ജസ്റ്റ് കോമൺ നമ്പർ 3ന്റെ കൂടെ ഉള്ള ആരൊക്കെ? x2 x1 അത് കൂടെ എഴുതുന്നു. 2യുടെ കൂടെ ആരൊക്കെയാ? y2 y1 അവരെ കോമൺ ആയിട്ട് എഴുതുന്നു. മനസ്സിലായി? താഴെ എങ്ങനെ എഴുതുന്നു പറഞ്ഞേ? താഴെ ഇനി ആരുണ്ട് കോമൺ? സെയിം 3 ഇല്ലേ? 3 കോമൺ ആയിട്ട് എഴുതുന്നു. കൂടെ ഉള്ള ആരൊക്കെയാ? x2 x2 മൈനസ് x1 അല്ലേ? പിന്നെ ഞാൻ അടുത്ത ആരെ കൊടുക്കുന്നു? മൈനസ് കൊടുക്കുന്നു. മൈനസ് 2 കൂടെ ഉള്ള ആരാ? y2 പ്ലസ് y1. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മൈനസ് ഇവിടെ മൈനസും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്ലസ് 2y1 അല്ലേ ഇവിടെ വരണ്ടേ? ഇവിടെ ഇൻഡു ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 2ഉം y1 കൂടി വരുമ്പോൾ മൈനസ് 2y1 അല്ലേ വരുന്നത്. അപ്പൊ അത് ക്ലിയർ ആവുമോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താ കൊടുക്കണം? മൈനസ് കൊടുക്കണം കേട്ടോ. ഇവിടെ എന്താ കൊടുക്കണം? മൈനസ് കൊടുക്കണം. അപ്പൊ ഇവിടെ എന്താ ആൻസർ വന്നു? മൈനസും പ്ലസ് 2y1 കൊടുക്കുന്ന കാര്യം മനസ്സിലായോ? ഐഡിയ കിട്ടിയ? ഇനി ഇവിടെ നോക്കി അതേപോലെ 3x2 ഇൻഡു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3x2 തന്നെ. അടുത്ത 3x1 മൈനസ് 3x1 കറക്റ്റ് ആണല്ലോ? മൈനസ് 3x1 കറക്റ്റ് അല്ലേ? ഇനി അടുത്ത നോക്കിയേ 2y2 ഇവിടെ ഇൻഡു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2y2 തന്നെ. ക്ലിയർ തന്നെയല്ലോ? അടുത്ത ഇവിടെ എന്താ വരണ്ടേ? മൈനസും പ്ലസും എന്ത് വരും? മൈനസ് 2y1 അല്ലേ? ഇവിടെ എന്താ വരും? നമ്മള് പ്ലസ് 2y1 അല്ലേ വരത്തുള്ളൂ. ഇവിടെ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം കേട്ടോ. ഇവിടെയും മൈനസ് കൊടുക്കണം. ഇക്വേഷൻ ജസ്റ്റ് ഇൻഡു ചെയ്ത് നോക്കണം ഇവിടെ വെളിയിലുമായിട്ട് കേട്ടോ. കേട്ടോ പറഞ്ഞു? ഐഡിയ മനസ്സിലായോ? എപ്പോഴും കോമൺ ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ വേണം എഴുതാൻ. ഇവിടെ നോക്കിയേ, ഇത് ഞാൻ ജസ്റ്റ് വായിക്കുകയാണേ. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എന്താ? y2 മൈനസ് y1 ഇസ് ഈക്വൽ ടു k ഇൻറ്റു x2 മൈനസ് x1 എന്ന് എഴുതിയിട്ടിട്ടില്ലേ? ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ k x2 മൈനസ് x1 വരെ, അല്ലെങ്കിൽ y2 മൈനസ് y1 കൊടുക്കാം, അല്ലെങ്കിൽ y2 മൈനസ് y1 വരെ എന്ത് കൊടുക്കാം നമുക്ക്? k ഇൻറ്റു x2 മൈനസ് x1 എന്ന് കൊടുക്കാം. മനസ്സിലായി? അപ്പൊ ഇവിടെ x2 മൈനസ് x1 പകരം നമുക്ക് ആരെ കൊടുക്കാം? y2 മൈനസ് y1 കൊടുത്തൂടെ? k എന്ന് പറഞ്ഞ ഏതോ ഒരു നമ്പർ, ആ ഏതോ ഒരു നമ്പർ ഉണ്ട്.
കണ്ടോ? അപ്പോൾ ഇവിടെ y2 മൈനസ് y1 പകരം ആരെ കൊടുക്കുന്നു നമ്മൾ? x2 മൈനസ് x1 കൊടുക്കുന്നു. ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? ആദ്യം 1 2 എന്ന് പറഞ്ഞ് നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ y2 മൈനസ് y1, ഇവിടെ y2 മൈനസ് y1 കിടക്കുന്നത്, അതിന് പകരം ആരെ കൊടുക്കുന്നു? x2 മൈനസ് x1 കൊടുക്കുന്നു. ഇതേ ഇക്വേഷൻ എടുത്ത് എഴുതുകയാണ് നമ്മൾ. എങ്ങനെ എഴുതുന്നത് നോക്കേ? 3 ഇൻറ്റു x2 മൈനസ് x1 മൈനസ് 2 ഇൻറ്റു y2 മൈനസ് y1 പകരം ആരെ എഴുതുന്നു? x2 മൈനസ് k ഇൻറ്റു k ഉണ്ടല്ലോ, ഇല്ലയോടെ? y2 മൈനസ് y1 ഒരു ആരുണ്ട്? k ഉണ്ട്. അപ്പം k ഇൻറ്റു x2 മൈനസ് x1, ക്ലിയർ അല്ലേ? ബൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ, അടുത്ത ഈ നമ്പർ എടുത്ത് എഴുതുന്നു, 3 ഇൻറ്റു x2 മൈനസ് x1 പ്ലസ് 2 ഇൻറ്റു അതെ y2 മൈനസ് y1, ഇവിടുത്തെ y2 മൈനസ് y1 അല്ലേ, അതിന് വരെ ആരെ എഴുതുന്നു നമ്മൾ? x2 മൈനസ് x1, 2k ഇൻറ്റു x2 മൈനസ് x1. സംഭവം സെറ്റായില്ലേ? സംഭവം ക്ലിയർ ആയോ? ഇനി ഇവിടെ രണ്ടിടത്തും ആരുണ്ട് കോമൺ ആയിട്ട്? 3ഉം 2ഉം ഇല്ലേ? രണ്ടിടത്തും ആരാ വരുന്നത്? x2 x1 അല്ലേ വരുന്നത്? അപ്പോൾ അവിടെ രണ്ടിടത്തും നമ്മൾ എന്ത് എഴുതുന്നു? 3 മൈനസ് 2k ഇൻറ്റു x2 മൈനസ് x1 ബൈ അടുത്ത ഇവിടെ 3 പ്ലസ് 2k ഇൻറ്റു x2 മൈനസ് x1. കണ്ടോ? സംഭവം സെറ്റായിട്ട്. ഇനി രണ്ടിടത്തും കോമൺ ആയിട്ട് മേലിലും താഴെ ആരുണ്ട്? x2 x1 അല്ലേ ഉള്ളത്. രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? വെട്ടിക്കളയുന്നു. അപ്പോൾ ബാലൻസ് എന്താ വരിക? 3 മൈനസ് 2kയും 3 പ്ലസ് 2k ആണ് വരുന്നത്. ഇവിടെ എന്ത് കിട്ടി നമുക്ക്? 3 മൈനസ് 2k എന്ന് കിട്ടി, 3 പ്ലസ് 2k എന്ന് കിട്ടി. ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? പോയിന്റ് സെയിം ലൈനിലാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പറയാം ഇത് രണ്ടും എന്താണ്? ഒരേ സെയിം ലൈനിലാണ് എന്ന് നമുക്ക് പറയാം. ആർ ഓൺ ദി സെയിം ലൈൻ. കണ്ടോ? രണ്ടാമതിന് ചോദിച്ചിരിക്കുന്നത് എന്താ? വുഡ് ബി ദിസ് ബി ട്രൂ ഇഫ് വി ടേക്ക് സം അതർ നമ്പർ ഇൻസ്റ്റെഡ് ഓഫ് 3 and 2. ഇതിനകത്ത് ട്രൂ ആണോന്ന്, 3നും 2നും പകരം വേറെ ഏത് നമ്പർ എടുത്താൽ ട്രൂ ആണോന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദിസ് വുഡ് ബി ട്രൂ. ഏത് നമ്പർ എടുക്കാമല്ലോ? 3ക്കും 2നും പകരം ഏത് നമ്പർ എടുത്താലും ഇതെന്താവും? ശരിയാകും. അത് ഒരേ സെയിം നമ്പറിൽ വരികയും ചെയ്യും. എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആർ ഓൺ ദി സെയിം ലൈൻ. ഈ പോയിന്റുകളെന്ന് പറഞ്ഞാൽ ദീസ് പോയിന്റ്സ് ആർ ഓൺ ദി സെയിം ലൈൻ. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത് ക്വസ്റ്റ്യൻ എന്താ? ഇത് ട്രൂ ആണോ എന്ന്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദിസ് വുഡ് ബി ട്രൂ. എന്തുവാ ട്രൂ? എന്തുവാ? 3നും 2നും പകരം വേറെ ഏതെങ്കിലും നമ്പർ എടുത്താൽ ഇത് ശരിയാവുമോ? ശരിയാവുമല്ലോ. ഏത് നമ്പർ എടുത്താലും എന്താവും? ശരിയാവും. ഇത്രേ ഉള്ളൂ കാര്യം. ചെയ്തൂടെ? സംഭവം മനസ്സിലായോ? ഒന്ന് ചെയ്ത് നോക്കണം. ഇതൊന്ന് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.